ഈ ഒരു പലഹാരം സംഭവം സിമ്പിൾ ആട്ടോ. ആവിയിൽ വേവിച്ച് വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് മിക്സറിൻ്റെ വലിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്ത തൈരാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കൂടെ തന്നെ 1/4 കപ്പ് റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കാം. മണമില്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. മധുരത്തിനായിട്ട് 1/2 കപ്പ് പഞ്ചസാരയാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പഞ്ചസാരയ്ക്ക് പകരം ശർക്കര വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇതാദ്യം നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് 1 കപ്പ് റവയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വറക്കാത്ത നേർത്ത റവയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലേക്ക് 1/2 കപ്പ് പാല് കൂടെ ചേർത്ത് കൊടുക്കാം. പാല് റൂം ടെമ്പറേച്ചറിലായിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതാദ്യം നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കൂട്ടി ഇപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഉള്ളത്. ഇതൊരു 10 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. റവ ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും അതൊന്ന് കുതിർന്ന് കട്ടിയായിട്ട് വരും. ഇപ്പോൾ ഇതാ 10 മിനിറ്റിന് ശേഷം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് നല്ലൊരു ബൈൻഡിങ്ങിനായിട്ട് 1/4 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടിയോ അരിപ്പൊടിയോ ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂണിൻ്റെ പകുതി അളവ് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കൂട്ടൊരൽപ്പം കട്ടിയായിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിലേക്ക് 1/4 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂട്ടിൻ്റെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് മാത്രം പാല് ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കൂട്ടി ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. അണ്ടിപ്പരിപ്പും ബദാമും ഓപ്ഷനിലാണ്, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് നല്ല പോലെ തന്നെ എണ്ണ തടവി എടുത്തിട്ടുണ്ട്. അതിനുശേഷം കൂട്ട് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്ത് ഒന്ന് നന്നായിട്ട് ടാപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്കായിട്ട് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷനിലാണ്, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാനാണ് പോകുന്നത്. സ്റ്റീമർ നേരത്തെ വെള്ളമൊഴിച്ച് ആവി വരാൻ വേണ്ടി വെച്ചിരുന്നു. ആവി നല്ലപോലെ വന്നതിന് ശേഷം ഈ ഒരു പാത്രം ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. പാത്രത്തിൻ്റെ മൂടി ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് അടച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഈർപ്പം ഉള്ളിൽ തട്ടാതിരിക്കാൻ വേണ്ടി സഹായിക്കും. മീഡിയം ഫ്ലെയിമിൽ വെച്ച് 30 മുതൽ 35 മിനിറ്റ് നേരത്തേക്ക് നല്ലപോലെ തന്നെ ആവി കയറ്റിയെടുക്കുക. ഇപ്പോൾ ഏകദേശം 35 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ ടൂത്ത് പിക്കോ സ്ക്യൂറോ ഉപയോഗിച്ച് കുത്തി നോക്കുക. നീറ്റായിട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ ടൈം വെച്ചാൽ മതി. ഇതിൻ്റെ ചൂട് നല്ലപോലെ ആറി വന്നതിന് ശേഷം മാത്രം ഡീമോൾഡ് ചെയ്തെടുക്കുക. ഒട്ടും തന്നെ പാത്രത്തിലൊന്നും പറ്റി പിടിക്കാതെ ഈസി ആയിട്ട് നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. റവ കൊണ്ട് ആവിയിൽ വേവിച്ച് തയ്യാറാക്കിയെടുത്തിരിക്കുന്ന നമ്മളുടെ കേക്ക് ഇവിടെ പാകത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല സ്പോഞ്ചി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഒരു മിതമായിട്ടുള്ള മധുരം മാത്രമേ കാണുള്ളൂ. എന്തായാലും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക്സ് പറയൂ കേട്ടോ.